ഹലോ എവ്രി വൺ, സഹാരി റേസ് പ്ലസിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ഫോംസുമായി റിലേറ്റ് ചെയ്ത് മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതൽ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിരുന്നത് ട്രഡീഷണൽ തിയറീസ് ഓഫ് ഫേംസ് ആണ്. ട്രഡീഷണൽ തിയറീസ് എന്താണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ട്രഡീഷണൽ തിയറീസിൽ അവരെപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റാണ് MC ഈസ് ഈക്വൽ ടു MR ആൻഡ് MC മസ്റ്റ് ഗെറ്റ് MR ഫ്രം ബിലോ. അതാണ് മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ട്രഡീഷണൽ ഫേംസ് എപ്പോഴും അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എപ്പോഴും മാക്സിമൈസ് ചെയ്യുക എന്നാണ് അവരുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. എന്നാൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തു മോഡേൺ തിയറിസ്റ്റ്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി ഫോം ചെയ്യുന്നത്. അപ്പം മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാലോ, MC ഈസ് ഈക്വൽ ടു MR ആൻഡ് ട്രഡീഷണൽ ഫേംസ് എപ്പോഴും എയിം ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇവരുടെ ഈ ഒരു വേ ഓഫ് തിങ്കിങ്ങിനെ സീരീസ് ഓഫ് ഇക്കോണമിസ്റ്റ് അറ്റാക്ക് ചെയ്യുകയും അതൊരു മാർജിനൽ കോൺട്രവേഴ്സിയായി മാറുകയും ചെയ്തു. അതിലേറ്റവും ആദ്യത്തെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ക്രിറ്റിസിസം വരുന്നത് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ കൂടിയാണ്. അപ്പം എന്താണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് അറിയപ്പെടുന്നത് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് ആൻഡ് ദി ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഫേം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നതെന്ന്. 1939 ഹോൾ ആൻഡ് ഹിച്ച് ഓക്സ്ഫോർഡ് ഇക്കോണമിസ്റ്റുകളുടെ, അതായത് ഓക്സ്ഫോർഡ് റിസർച്ച് ഇക്കോണമിസ്റ്റ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഹോൾ ആൻഡ് ഹിച്ച് ആണ്. സോ ഹോൾ ആൻഡ് ഹിച്ച് 1939 ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യമായി മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി ഫോം ചെയ്യുന്നത്. ഓക്കെ, അവരുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അവർ 38 ഫേംസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ 38 ഫേംസിൽ 33 എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഫേംസും അതിൽ 3 എന്താണ് റീറ്റെയിൽ ട്രേഡിംഗ് ഫേംസും പിന്നെ 2 ബിൽഡിംഗ് ഫേംസും ആണ്. പിന്നെ ഈ ബാക്കി ഈ 33, അപ്പോൾ മൊത്തം ആലോചിക്കണം 38 ഫേംസ് ആണ് അവർ ഈ സ്റ്റഡിക്ക് വേണ്ടി എടുത്തത്. ആ 38 ഫേംസിൽ 33 ഫേംസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഫേംസ് ആണ്. പിന്നെ ഉള്ളതിൽ 3 ഫേംസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രേഡിംഗ് ഫേംസും 2 എന്ന് പറയുന്നത് എന്താണ് ബിൽഡിംഗ് ഫേംസും ആണ്. അപ്പോൾ ഈ 33 ബാക്കിയുള്ള നമ്മൾ ആദ്യം പറഞ്ഞ 33 ഫേംസിൽ മാനുഫാക്ചറിങ് ഫേംസ് ഉണ്ട്. അതിൽ തന്നെ 15 കൺസ്യൂമർ ഗുഡ്സും 4 ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേംസും 7 ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും 7 ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഇങ്ങനെ 38 ഫേംസ് ഹോൾ ആൻഡ് ഹിച്ച് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തു. ഹോൾ ആൻഡ് ഹിച്ച് 38 ഫേംസ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ എടുത്തു. എന്നിട്ട് ഈ എടുത്ത 38 ഫേംസിൽ ഈ എടുത്ത സാമ്പിൾ ഫേംസില്ലേ, ഇത് റാൻഡമായിട്ട് ചൂസ് ചെയ്തതല്ല. റാൻഡം എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്ന് പോവുക, റാൻഡം ബേസിസിൽ എടുക്കുക. പക്ഷേ ഇതൊരു റാൻഡം ബേസിസിൽ എടുത്ത ഫേംസ് അല്ല. എടുത്ത ഇവരുടെ സാമ്പിളായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫേംസ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ്ലി മാനേജ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ആണ്. ഓക്കെ, അപ്പം ഈ 38 ഫേംസും ഒരിക്കലും ഒരു നോട്ട് റാൻഡം സാമ്പിൾസ് ആണ്. അതായത് ഒരിക്കലും ഒരു റാൻഡമായിട്ട് എടുത്ത സാമ്പിൾസ് അല്ല. ഈ സാമ്പിൾസ് അവർ സെലക്ട് ചെയ്തത് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ വളരെ എഫിഷ്യൻ്റ്ലി മാനേജ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ആണ് ഈ 38 ഫേംസും. ഓക്കെ, ഈ അവരുടെ ഈ റിസൾട്ട്സ്, അതായത് ഓക്സ്ഫോർഡ് ഇക്കോണമിസ്റ്റ് റിസർച്ച് ഗ്രൂപ്പാണ് ഈ സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യുന്നത്. ഹോൾ ആൻഡ് ഹിച്ച് ആണ് ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അവരുടെ അണ്ടറിലാണ്, ഓക്സ്ഫോർഡ് ഇക്കോണമിസ്റ്റ് റിസർച്ച് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഹോൾ ആൻഡ് ഹിച്ച് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയിൽ കൂടി ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫേംസ് ഒരിക്കലും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. മനസ്സിലായില്ലേ? അതായത് ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതാണ് ട്രഡീഷണൽ തിയറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട എയിം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ.
പക്ഷേ നമ്മുടെ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഫേംസ് ഒരിക്കലും എന്ത് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കില്ല, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. ഫേംസ് ഡിഡ് നോട്ട് അറ്റംപ്റ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ്. ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് അവരൊരിക്കലും മാർജിനലിസ്റ്റ് റൂളായിട്ടുള്ള MC=MR വെച്ചുകൊണ്ട് ഒരിക്കലും അവർ അതും അപ്ലൈ ചെയ്യില്ല, അത് വെച്ചുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കത്തില്ല എന്നാണ് മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സിയിലെ ആദ്യത്തെ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ ഈ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ഒളിഗോപ്പൊളിയാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദെൻ മോണോപോളിസ്റ്റിക്, ഒളിഗോപ്പൊളി, ദർ ആർ വേരിയസ് ഫോംസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. പക്ഷേ ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒളിഗോപ്പൊളിയാണ്. സോ ഒളിഗോപ്പൊളി വാസ് ദ മെയിൻ മാർക്കറ്റ് സ്ട്രക്ചർ എന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി എപ്പോഴും അവർ അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേം ഒരിക്കലും അതായത് ഫേം ഓട്ടോമിസ്റ്റിക്കലി ആക്ട് ചെയ്യുമെന്നാണ് ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത്. അതായത് അവരുടെ റൈവൽസിൻ്റെ റിയാക്ഷൻസ് ഇഗ്നോർ ചെയ്യും. അതുപോലെ എപ്പോഴും ഒരു ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അതുപോലെ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വേറ്റ് ചെയ്യാനാണ് അവരെപ്പോഴും ശ്രമിക്കുന്നത് എന്നാണ് ഈ തിയറി ഓഫ് ഫേംസിലെ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത്. മനസ്സിലായല്ലോ? അതായത് ട്രഡീഷണൽ തിയറിസ്റ്റുകൾ എപ്പോഴും ബിലീവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ട്രഡീഷണൽ തിയറി ഓഫ് ഫേംസ് ബിലീവ് ചെയ്തിരുന്നത്, ഫേംസ് എപ്പോഴും ഒരു ഓട്ടോമിസ്റ്റിക്കലി എന്താണ് ആക്ട് ചെയ്യുകയും അവരുടെ റൈവൽസ് എന്താണോ ആക്ട് ചെയ്യുന്നത്, അതായത് റൈവൽസിൻ്റെ ഡിസിഷൻസിനെ ഒന്നും അവർ വകവയ്ക്കില്ല, അല്ലെങ്കിൽ റൈവൽസിൻ്റെ ഡിസിഷൻസ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അത് ഇഗ്നോർ ചെയ്തിട്ട് അവരുടെ എയിം എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും എന്നാണ് ട്രഡീഷണൽ തിയറീസ് ബിലീവ് ചെയ്തത് എന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പിന്നെ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ഒരിക്കലും എപ്പോഴും ബിലീവ് ചെയ്യുന്നത് ഒരു നോർമൽ പ്രോഫിറ്റാണ്. അതുപോലെ നോർമൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ടാൻജൻസി ഓഫ് പ്രൈസ് ലൈനിൽ ജസ്റ്റ് നമ്മുടെ LSE കർവ് ടാൻജൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ട്രഡീഷണൽ തിയറിസ്റ്റ്. അപ്പം ഇതാണ് അവരെപ്പോഴും ബിലീവ് ചെയ്തിരുന്നത്. അതുപോലെ ഒരു എക്സസ് കപ്പാസിറ്റിയോ ഒന്നും അവർ അസ്യൂം ചെയ്തിരുന്നില്ല. അപ്പം ഇതാണ് ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ ട്രഡീഷണൽ വേ ഓഫ് തിയറി ഓഫ് ഫേം എന്ന് പറയുന്നത് എന്ന് ഹോൾ ആൻഡ് ഹിച്ച് പറയുകയാണ്. അതുമാത്രമല്ല നമ്മൾ പഠിക്കുമ്പോഴും ഇതാണല്ലോ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ പറയുന്നത്, എപ്പോഴും മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് മെയിൻ എയിം ഓഫ് ഫേംസിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഒരു ട്രഡീഷണൽ വേ ഓഫ് രീതിയിൽ ഫേംസിനെ കുറിച്ച് ഹോൾ ആൻഡ് ഹിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഹോൾ ആൻഡ് ഹിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തത്, അതായത് ആ 38 ഫേംസിനെ എടുത്തുകൊണ്ട് ഹോൾ ആൻഡ് ഹിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഒന്നും കൂടി ഇതുവരെ പറഞ്ഞത് ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത് മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക എന്നാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക എന്നായിരുന്നു ആരുടെ ഒരു ലക്ഷ്യം? ട്രഡീഷണൽ തിയറിസ്റ്റുകളുടെ ലക്ഷ്യം. എന്നാൽ ഇവരുടെ ഈ ഒരു മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അതിൽ ആദ്യമായിട്ടുള്ള ഒരു സീരിയസ് ക്രിറ്റിസിസം റേസ് ചെയ്തത് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടാണ്, പബ്ലിഷ്ഡ് ബൈ ഓക്സ്ഫോർഡ് എക്കോണമിസ്റ്റ് ഓഫ് റിസർച്ച്. അപ്പോൾ അവരിലാണ് ഈ ഹോൾ ആൻഡ് ഹിച്ചിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത്. എന്നിട്ട് ഹോൾ ആൻഡ് ഹിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ഫേംസ് ഓട്ടോമിസ്റ്റിക്കായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നു. മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ട്രഡീഷണൽ തിയറിസ്റ്റുകളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം ഒരു 38 ഫേംസ് എടുത്തു പഠിച്ചു. അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഫേംസ് ഒരിക്കലും ഓട്ടോമിസ്റ്റിക്കലി ആക്ട് ചെയ്യില്ല എന്ന് വെച്ചാൽ ഒരു അതോറിറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യില്ല. അതുപോലെ ഫേംസ്
എപ്പോഴും അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അവരെപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഒരു ജുവലറി പരസ്യം തന്നെ നമുക്കെടുക്കാം. ഇപ്പം ജോസ്കോ ഒരു മോഡൽ ഇറക്കിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ ആൾക്കാർ, കൂടുതൽ കസ്റ്റമേഴ്സ് അത് ആവശ്യപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ജുവലറി എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ടുള്ള റൈവൽ പ്രോഡക്റ്റ് കണ്ടെത്തും അല്ലേ? അപ്പം നമ്മളൊരു റിയൽ വേൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേംസ് എപ്പോഴും വളരെ കോൺഷ്യസ് ആയിരിക്കും അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഫേംസ് ഒരിക്കലും എന്താകില്ല, ഓട്ടോമിസ്റ്റിക്കലി ആക്ട് ചെയ്യില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ കൂടി പറയുന്നത്. പക്ഷേ ട്രഡീഷണൽസ് എന്താണ് ബിലീവ് ചെയ്യുന്നത്? ദേ ബിലീവ്സ് ദാറ്റ് ഫേംസ് ആക്ട് ആസ് ഓട്ടോമിസ്റ്റിക്കലി. ഓക്കെ, ആൻഡ് അടുത്ത അവരുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫേംസ് ഒരിക്കലും ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. ഓക്കെ, ട്രഡീഷണൽസ് ഓൾസോ ഓൾവേസ് ബിലീവ്സ് ഇൻ ഷോർട്ട് റൺ പ്രോഫിറ്റ്സ്. അപ്പോൾ ഷോർട്ട് റൺ പ്രോഫിറ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊരു ഫേം ആയാലും, ഇപ്പം നമ്മളായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ഹ്രസ്വ കാലയളവിൽ, അതായത് ഷോർട്ട് റണ്ണിൽ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, ലോങ് റണ്ണിലാണ് ഇത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേംസിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ് റൺ ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേംസ് എപ്പോഴും അവരുടെ പ്രൈസ്, നമ്മൾ സാധാരണ ട്രഡീഷണൽ തിയറീസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്താണ്? MC = MR. MC MRും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ട്രഡീഷണൽ തിയറിയിൽ. അപ്പോൾ ഇവിടെ ഫേംസ് എപ്പോഴും അവരുടെ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് എന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മളിതിൽ ഓരോ പോയിന്റ്സ് നോക്കണം. ഫേംസ് എപ്പോഴും അവരുടെ എന്താണ് പറയുക, കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യങ്ങളിൽ വളരെ കോൺഷ്യസ് ആയിരിക്കും. പിന്നെ ഫേംസ് ഒരിക്കലും ഒരു ഷോർട്ട് റൺ പ്രോഫിറ്റ് എയിം ചെയ്യാൻ ശ്രമിക്കില്ല. ഫേംസ് എപ്പോഴും ഒരു ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഫേംസ് എപ്പോഴും എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേംസ് എപ്പോഴും പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേംസ് ഒരിക്കലും, നമ്മളെപ്പോഴും ഒരു ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ ഔട്ട്പുട്ട്, അതായത് ട്രഡീഷണൽ തിയറി അനുസരിച്ച് നമ്മളെപ്പോഴും ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്, ദിസ് ഈസ് MR കർവ്. ജസ്റ്റ് ഒരു അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് MC കർവ്. അപ്പോൾ ഈ MCയും MRും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് MCയും MRും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ അക്കോർഡിംഗ് ടു ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് ഫേംസ് ഒരിക്കലും അവരുടെ പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത് MC-MR കർവ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചിട്ടല്ല. അവരെപ്പോഴും സെറ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റും അവരുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റും കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും എപ്പോഴും ഫേംസ് സെറ്റ് ചെയ്യുക. അതായത് യൂഷ്വലി അവർക്കൊരു നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണം. ആ നോർമൽ പ്രോഫിറ്റിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഒരു 10% ആയിരിക്കും എന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഫേംസ് ഒരിക്കലും പ്രൈസും ഔട്ട്പുട്ടും MC-MRും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കില്ല ഫിക്സ് ചെയ്യുന്നത്. പകരം എന്താണ്? അവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും ഒപ്പം ഒരു നോർമൽ പ്രോഫിറ്റ് ഒരു 10% മാർജിനും കൂടി കവർ ചെയ്യാൻ പറ്റുന്ന പോയിന്റിലായിരിക്കും ഫേംസ് എപ്പോഴും എന്ത് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുക. പ്രൈസും അതുപോലെ ഔട്ട്പുട്ടും ഫിക്സ് ചെയ്യുക എന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. സോ ഇതും നമ്മുടെ ട്രഡീഷണൽ തിയറിയുടെ ഒരു വേ ഓഫ് അറ്റാക്കിംഗ് ആയിരുന്നു. അടുത്തത് എന്താണെന്ന് വെച്ചാൽ
അവരുടെ അതായത് നമുക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ. ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഫേമിൻ്റെ എയിമായിട്ട് ഫേം ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾ ആൻഡ് ഹിച്ചിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അപ്പം മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, AVC എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അതുപോലെ ആവറേജ് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റ് മാർജിനും കൂടി ചേർന്നിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചാൽ the reasons given by Hall and Hitch for the breakdown of marginalism. എന്തുകൊണ്ടാണ് മാർജിനലിസം ബ്രേക്ക് ഡൗൺ ആകുന്നത് അക്കോർഡിംഗ് ടു ഹോൾ ആൻഡ് ഹിച്ച് റീസൺസ്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അതായത് മാർജിനലിസം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല? MC = MR എന്ന് പറയുന്ന മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് റീസൺസ് ഗിവൺ ബൈ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് എന്താണെന്നാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഫേംസിന് അവരുടെ ഡിമാൻഡ് കർവിനെ പറ്റിയോ മാർജിനൽ കോസ്റ്റിനെ പറ്റിയോ യാതൊരു അറിവും മുമ്പേ കിട്ടില്ല. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഫേംസ് ഈക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും പ്രൈസും ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് MC ആൻഡ് MR ആണല്ലോ, എന്നാണല്ലോ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് വരുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്തുകൊണ്ട് ഇങ്ങനെ മാർജിനലിസം ബ്രേക്ക് ഡൗൺ ആകുന്നു എന്ന് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ കൂടി അവർ പറയുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഫേംസിന് ഒരിക്കലും എന്താ പറയുക, ഫേംസിൻ്റെ ഡിമാൻഡ് കർവിനെ പറ്റിയോ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിനെ പറ്റിയോ ഒരു അറിവ് ലഭിക്കില്ല. ബൈ.